ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി എപ്പോഴും നല്ല കറുപ്പോട് കൂടിയിരിക്കാനും നല്ല തിക്കായിട്ട് വളർന്നു വരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഒരു 3-4 ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയാണ് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം കറിവേപ്പില തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഒരുപാട് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ട് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് അതിൽ കേടുള്ള ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുത്തൊക്കെ വീണ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഇലകൾ മാത്രം നമുക്കിതിൽ നിന്ന് തിരഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടിയുടെ അറ്റം പിളരുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് എടുക്കാവുന്ന ഒന്നാണ് നമുക്ക് ഈ കറിവേപ്പില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടുകളായിട്ട് ഞാൻ എടുക്കേണ്ടത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഇലകൾ മാത്രമായിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തണ്ടും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലുള്ളത് കാരണം ഞാൻ ഇലകൾ മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളമൊന്നും അധികമായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ നമ്മൾ ഓയിലിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലുള്ളത് കാരണം എന്തായാലും നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതേപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു തുണിയിൽ, നല്ല വൃത്തിയുള്ള ഒരു തുണിയിലൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി സിമ്പിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവനായി തന്നെ നമ്മൾ എടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്രയും വേസ്റ്റ് നമുക്കിത് ആവശ്യമായിട്ട് ഇല്ല കേട്ടോ. ഇതുകൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇത് നമ്മൾ എടുക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ഓയിലുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ പാക്കൊക്കെ ചെയ്യുമ്പോഴാണ് എന്നുണ്ടെങ്കിലും ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ താരൻ, മുടിയുടെ അറ്റം പിളരുക, മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളുടെ ഇതൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വൃത്തിയുള്ള ഇലകൾ മാത്രം എടുക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ മാത്രം എടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആയുർവേദ കടകളിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെയൊക്കെ കിട്ടേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതലുള്ള കാരണം ഞാൻ ഇലകൾ മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറയാണ്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഒരല്പസമയം ഇതിൻ്റെ ഈ കറ കളയാനായിട്ട് മാറ്റി വെക്കണം. ഈ കറ പെട്ട് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു അലർജി പ്രശ്നങ്ങൾ, ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. അപ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ നമ്മളത് ഇങ്ങനെ തലകീഴായിട്ട് ഇങ്ങനെ വെക്കുകയാണ്, ഇങ്ങനെ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കറയൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയൊരു തണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു മുള്ളുള്ള ഭാഗമുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കളയണം എന്നില്ല, കാരണം നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാനാണ് പോകണത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുടി നന്നായിട്ട് നല്ലൊരു സിൽക്കി, ഒരു സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഒരു ഷൈനിങ്ങോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ അലോവേറ എടുക്കുന്നത്. മാത്രമല്ല മുടി വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് അലോവേറ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല. ഈ ഒരു അലോവേറയിലുള്ള ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി വെള്ളം ചേർക്കരുത്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്.
ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതും നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുണിയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിരിക്കും കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലേ, ഇതിൽ നിന്നുള്ള കംപ്ലീറ്റ് ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടല്ലേ, ഒരു തിക്കായിട്ടുള്ള ഒരു വെള്ളമാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതാണ് ഒന്നുകൂടി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ പാത്രം വീട്ടിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രങ്ങൾ ഈ ഒരു സംഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയോ ആ ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാത്രം മാത്രമേ എടുക്കാൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ ആ ഒരു മിക്സ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്ന അത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് തിള വരുന്നത് വരെ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല. അത് തിള വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇളക്കിയെടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഈ ചേർത്തിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ തന്നെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ കുറച്ച് ആ ഒരു വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ട് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഓയിൽ തയ്യാറാക്കി എടുക്കരുത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു കൽക്കൊക്കെ ഉണ്ടല്ലോ, കടലേ ഇതേപോലെ ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് തൊട്ട് നോക്കുമ്പോൾ ഒരു പശപ്പശപ്പുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായ രീതിയല്ല. നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആവുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല തണുപ്പുള്ള ഒന്നാണ് കേട്ടോ. നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് നമ്മളിത് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലമാണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നരയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് തുടങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ മുടി നരച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു നരയൊക്കെ തടയാനായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് മുടി വളർന്നു വരാനും അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനും ഈ ഒരു ഓയിലിൻ്റെ ഉപയോഗം മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഡെയിലി എടുക്കാനുള്ളത് ചെറിയൊരു ബോട്ടിലാക്കി വെക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.